നമ്മുടെ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ സെഷനാണിത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു ടെസ്റ്റ് മണി സെഷനുണ്ട്. പക്ഷേ പ്രസംഗമോ പ്രബോധനമോ ഒന്നും ഇനിയില്ല. വന്ന ദിവസം മുതൽ നിങ്ങൾ അനേക പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ചകളും പാരലൽ സെഷനും പേഴ്സണൽ ടോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അന്ത്യത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. നാം ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനും വിലയിരുത്താനും ശരിയായ നിലയിലുള്ള തീരുമാനങ്ങൾ ചെയ്യാനും ഉള്ള ഒരു അവസരം ദൈവം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഞാനിന്ന് രാത്രി സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 81 സങ്കീർത്തനം, Psalm 81. അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഉറച്ച് ഒന്ന് വായിക്കുക. Psalm 81 verses 10 to 16. സങ്കീർത്തനത്തിലെ 4-5 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ ഒടുവിൽ 3 പ്രധാന കാര്യങ്ങൾ, 3 പോയിൻറ്റ്സ് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ 3 വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുകയും പിടിച്ചുകൊള്ളുകയും ചെയ്യേണ്ട പോയിൻറ്റുകളാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ദൈവം സംസാരിക്കുകയാണ്. ഗോഡ് ഈസ് സ്പീക്കിംഗ്. 10-ാം വാക്യം നോക്കിക്കേ. മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. നിന്നെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി മന്ന തന്ന് പാറയിൽ നിന്നുള്ള വെള്ളം തന്ന് അഗ്നിസർപ്പങ്ങൾ വന്നപ്പോൾ നിന്നെ അതിൽ നിന്ന് സംരക്ഷിച്ച് ചെങ്കടൽ പിളർന്ന് നിന്നെ ഇക്കരെ എത്തിച്ച് പിന്നെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും തന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവം ഞാനാണ്. എന്താ ഈ മേഘസ്തംഭം അഗ്നിസ്തംഭം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഇതെന്താ സാധനം? എന്താ ഇത്? മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ ഭയങ്കര ചൂടാണ്. നമുക്കിവിടെ തന്നെ എന്തോ ഒരു ചൂടാണ്, മരുഭൂമി അല്ലാതിരുന്നിട്ട് തന്നെ അല്ലേ? മരുഭൂമിയിൽ കൂടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രയിൽ വളരെ ചൂടാണ്. എന്നാൽ ആ ചൂടത്തെങ്ങനെ നടന്നു വരുന്നത്? അതുകൊണ്ട് ദൈവം ഒരു മേഘത്തിൻ്റെ അംബ്രല്ല, കാനോപ്പി ദൈവം അവരുടെ മീതെ വിരിച്ചു. എന്തൊരു വലിയ അത്ഭുതമാണ് അതല്ലേ? മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാതിരിക്കാൻ കൊട നാം വിടർത്തുന്നത് പോലെ ദൈവം ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചൂട് തട്ടാതിരിക്കാൻ മേഘത്തിൻ്റെ വലിയൊരു കവറിങ്, അത് ദൈവത്തിന് മാത്രമേ ഒക്കൂ. പോപ്പിക്കൊടക്കാർ വിചാരിച്ചാൽ അതൊക്കെയല്ല, മോളിൽ ഈ കുട വിരിക്കാനൊക്കെയില്ല. ദൈവം വിചാരിച്ച മാത്രമേ ഒക്കൂ. കാരണം മേഘം ദൈവത്തിൻ്റെയാണ്. ദൈവം ഒരു അംബ്രല്ല വിരിച്ചു, അതിൻ്റെ കീഴിൽ കൂടെ, കൊടയ്ക്ക് കീഴിൽ കൂടെ ഇവരെ വെയിലേൽക്കാതെ നടത്തി. ഇനി രാത്രിയോ? അവരുടെ കയ്യിലുണ്ടോ മൊബൈൽ ഫോൺ? അവരുടെ കയ്യിലുണ്ടോ ടോർച്ച്? അവരുടെ കയ്യിലുണ്ടോ പെട്രോമാക്സ്? ഇതൊന്നുമില്ല. ഈ ലക്ഷക്കണക്കിനായ ആളുകൾക്ക് ടോർച്ച് തെളിച്ചുകൊണ്ട് കാര്യവുമില്ല. അതിന് അഗ്നിസ്തംഭം. എന്തൊരു വലിയ അത്ഭുതമാണ്! ഇങ്ങനെ തൂണായിട്ട് തീയുടെ ഒരു സ്തംഭം, പില്ലറ്, അഗ്നിസ്തംഭം. എന്തോ ഒരു വെളിച്ചമാണ് ആ പ്രദേശം മുഴുവൻ. സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം ചെയ്ത പണിയാണ്. വേറെ ആർക്കും ചെയ്യാനൊക്കുന്നതല്ലാതെ ആ അഗ്നിസ്തംഭം കൊടുക്കുക എന്നുള്ളത്. എത്ര അത്ഭുതമായിട്ട് അവരെ ഇരുട്ടിൽ കൂടെ ദൈവം നടത്തി. ചെങ്കടലിൻ്റെ അടുത്ത് വന്നപ്പോൾ മുമ്പോട്ട് പോകാൻ പാടില്ല, കാരണം കടലാണ്. പുറകോട്ടും പോകാൻ പാടില്ല, കാരണം പുറകെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആണ്ട് വരുന്നു ഫറവോനും സൈന്യങ്ങളും രഥങ്ങളും കുതിരകളും ഒക്കെ ആയിട്ട്. ഇവരെ വിട്ടയച്ചത് മണ്ടത്തരമായിപ്പോയി, തിരിച്ചു ചെന്ന് പിടിക്കാം എന്ന് പറഞ്ഞ് പുറകെ അവർ വരികയാണ്. അങ്ങോട്ടും പോകാനൊക്കെയില്ല, മുമ്പോട്ടും പോകാനൊക്കെയില്ല. മുമ്പിൽ കടലാണ്, പിന്നെ എങ്ങനെ പോകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. അത്ഭുതകരമായ നിലയിൽ മോശയോട് ദൈവം പറഞ്ഞു, ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോവുക. മോശയോട് വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടിയപ്പോൾ ആ കടൽ
രണ്ടായിട്ട് പിളർന്നു. ആ കടലിൻ്റെ നടുവിൽ കൂടെ അവർ നടന്നുപോയി. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ദ പാർട്ടിങ് ഓഫ് ദ റെഡ് സീ. ദ റെഡ് സീ ഡിവൈഡഡ് ഇൻടു ടു. രണ്ടായിട്ട് ആ കടൽ വിഭജിക്കപ്പെട്ടു. അതിൻ്റെ നടുക്കൂടെ ഇസ്രയേൽ മക്കൾ കടന്നുപോയി. ശത്രുക്കളെ ചെയ്യാൻ നോക്കി, പക്ഷേ വെള്ളം തിരിച്ചു വന്ന് അവരെ മൂടിക്കളഞ്ഞു. മരുഭൂമിയിൽ ആഹാരത്തിന് പൊട്ടു വന്നപ്പോൾ ആകാശത്തു നിന്ന് ആഹാരം പൊഴിപ്പിച്ചു കൊടുത്തു, മന്ന. വെള്ളം വേണ്ടി വന്നപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു എന്ന് വേണ്ട, എന്തെല്ലാം നിലയിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അവരെ നടത്തി. മിസ്രൈമിൽ നിന്ന് നിന്നെ വിടുവിച്ച യഹോവ. മിസ്രൈമിൽ അവരുടെ ജോലി എന്തായിരുന്നു? ഇഷ്ടിക ഉണ്ടാക്കലായിരുന്നു. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള വൈക്കോല് കൊടുക്കുകയില്ല, പക്ഷേ ഇഷ്ടിക ഉണ്ടാക്കണം. റോ മെറ്റീരിയൽ കൊടുക്കുകയില്ല, പക്ഷേ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഇത് നടക്കുന്ന കാര്യമാണ്. ഉണ്ടാക്കിയില്ലെങ്കിൽ അടിയോടടിയ ചാട്ടവാറ് കൊണ്ട് മിസ്രൈമിലെ ടാസ്ക് മാസ്റ്റേഴ്സ്, ഫറവോൻ്റെ കഠിന യജമാനന്മാർ അടിയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ. എന്തോ ഒരു ഭയങ്കരമായ അടിമത്തത്തിൻ്റെ ജീവിതം. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവം കരുണ കാണിച്ച് അവരുടെ വിഷമം മനസ്സിലാക്കി മനസ്സലിഞ്ഞ് ഇറങ്ങി വന്ന് മോശയെ വിളിച്ച് അയച്ച് അത്ഭുതങ്ങൾ ചെയ്ത് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി കനാനിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആ ദൈവം ഞാനാകുന്നു. അതാ ദൈവം പറയുന്നത്. മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവം ആകുന്നു. നമ്മുടെ ജീവിതമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടൊരു ജീവിതം തന്നു. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ദൈവം നമ്മെ ഈ ലോകത്തിൽ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ സംരക്ഷിച്ചു. നമുക്ക് വേണ്ടതെല്ലാം തന്നു. ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള കഴിവ് തന്നു, ശക്തി തന്നു. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. നമ്മുടെ മിടുക്കൊണ്ടല്ല നമ്മൾ ജീവനോടിരിക്കുന്നത്, അല്ലേ? മനുഷ്യൻ്റെയൊക്കെ മട്ട് കണ്ടാൽ തോന്നും ഇപ്പം ഞാനാ എൻ്റെ ജീവിതത്തെ ഇപ്പം പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന്. ടക്ക് 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 ടക്കെന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒന്ന് നിന്നാൽ മതി, സകലം എടുക്കും, അതോടുകൂടെ അവസാനിച്ചു. വെല്ലൂർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഒരിക്കലും ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു രസകരമായ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഡോക്ടർ തന്നെ പറഞ്ഞതാണല്ലോ. ഹാർട്ട് ബീറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുക. അപ്പോൾ ഈ ഡോക്ടർ പറയാണ്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ചെണ്ട അടിക്കുന്ന പോലല്ല, ടക്ക് 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 അങ്ങനല്ല ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിന് ഒരു പോസ് ഉണ്ട്, ഒരു റിതമുണ്ട്, അതായത് ഒരു ട്യൂണുണ്ട്. ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിർത്തിയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ലപ് ടപ്പ് ലപ് ടപ്പ് അങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ടപ്പ് 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 അങ്ങനല്ല ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറയാണ്, ഇത് എന്തിനാ ഇടയ്ക്കൊരു പോസ് ഉള്ളതെന്ന് അറിയാമോ? പോസ് എന്ന് പറഞ്ഞാൽ നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഹൃദയം ഒന്ന് ഇടിച്ചിട്ട് ടപ്പ് എന്ന് ഇടിച്ചിട്ട് സൃഷ്ടാവിങ്കിലേക്ക് നോക്കുകയാണ്, അടുത്തത് ഇടിക്കണോ അതിവിടെ നിർത്തണോ. അപ്പോൾ സൃഷ്ടാവ് പറയാണ്, ഓക്കെ ഗോ ഹെഡ്, ഇടിച്ചു എന്ന് പറയുമ്പോൾ ലപ്പ്, പിന്നെയും പോസ്. ഇനി എന്തോ ചെയ്യേണ്ടി? അടുത്ത ലപ്പ് എന്ന് ഇടിക്കണോ അതോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണോ? അപ്പോൾ സൃഷ്ടാവ് പറയാണ്, ഇടിച്ചു, ലപ്പ്, പിന്നെയും മുകളിലോട്ട് നോക്കുക. അപ്പോൾ ഈ പോസിൽ ഡോക്ടർ പറയുന്നത്, ഓരോ ഹാർട്ട് ബീറ്റ് കഴിയുമ്പോഴും ഹൃദയം ഇടിപ്പിക്കാൻ ആരംഭിച്ച സൃഷ്ടാവിങ്കിലേക്ക്, ദൈവത്തെങ്കിലേക്ക് ഹൃദയം നോക്കുകയാണ്, ഇനി ഇടിക്കണോ വേണ്ടയോ. ഈച്ച് ഹാർട്ട് ബീറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ്. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു ദിവസം ഇനി ഇടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടാവ് പറയും, ആ മതി, ഇനഫ്. അടുത്ത ദിവസം പത്രത്തിൽ പടം, എല്ലാം തീർന്നു, അല്ലേ? അന്തിമ വിസിലടിച്ചു, കളി തീർന്നു, ആള് കളത്തിൽ നിന്ന് കയറി, സകലവും കഴിഞ്ഞു. എന്തോ പറ്റിയേ? ആറ്റം ബോംബ് വല്ലതും വീണു? ആറ്റം ബോംബൊന്നും വീണില്ല, ടപ്പെന്ന് ഇനി പറയണ്ട എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതോടെ സകല പരിപാടിയും തീർന്നു. എന്തൊരു അത്ഭുതമല്ലേ നമ്മുടെ ജീവിതം. ദൈവം നിലനിർത്തുക. നമ്മുടെ മിടുക്കുകൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കാനല്ല, ദൈവമാണ് നമുക്ക് ജീവിതം തന്നത്. ആ ജീവൻ നിലനിർത്തുന്നത് ദൈവമാണ്. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്ന പോലെ പാപത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ ഈ ലോകത്തിൽ നടത്തുക. മിസ്രൈമിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവം
നിങ്ങളെ രക്ഷിച്ച ദൈവം, നിങ്ങളെ ജീവനോട് സൂക്ഷിക്കുന്ന ദൈവം ഞാനാകുന്നു എന്ന് ദൈവം പറയാം. എന്നിട്ട് ദൈവം എന്താ പറയുന്നേ? ദൈവം പറയാണ്, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. ഓപ്പൺ ദൈ മൗത്ത് വൈഡ്ലി ആൻഡ് ഐ വിൽ ഫിൽ ഇറ്റ്. ഐ വാണ്ട് ടു ബ്ലസ് യു. നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലേ എൻ്റെ അർത്ഥം? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നീ തയ്യാറാവുക. സകല നന്മകളാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ ഈ ഭാഗത്തുനിന്ന് പറയാമെന്ന്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: God has scheduled to bless each one of us. നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കുമെന്ന് പറയുന്നത്. God has scheduled to bless each one of you. നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പദ്ധതി ഇട്ടിരിക്കുന്നത്? ദൈവം നല്ലവനായതുകൊണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ബാക്കിയെല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. വേദപുസ്തകത്തിലൊരു വാക്യമാണ്. യഹോവ എല്ലാവർക്കും നല്ലവൻ. ഈ 145-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന 2-3 നല്ല വാക്യങ്ങളുണ്ട്. ഞാനതൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? വാട്ട് കൈൻഡ് ഓഫ് എ ഗോഡ് വി ഹാവ്. നമുക്കുള്ള ദൈവം എങ്ങനെയുള്ളവനാണ്? വാട്ട് ആർ ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ്. 145:8. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. 17-ാം വാക്യം. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്. റെവലേഷൻ കൺസേണിങ് ഗോഡ്സ് ക്യാരക്ടർ. എന്താ പറയുന്നത്? ദ ലോർഡ് ഈസ് ഗുഡ് ടു ഓൾ. ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ് ആൻഡ് മെർസിഫുൾ. ഹി ഈസ് ലോങ് സഫറിങ് ആൻഡ് ഫുൾ ഓഫ് കമ്പാഷൻ. ദൈവത്തിൻ്റെ സ്വഭാവം: കൃപയുള്ളവൻ, കരുണയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. ദൈവം നല്ലവനായതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ദൈവത്തിന് പ്ലാൻ ചെയ്യാൻ പറ്റൂ, ചിന്തിക്കാൻ പറ്റൂ. എ ഗുഡ് ഗോഡ് ക്യാൻ നെവർ മേക്ക് എ ബാഡ് പ്ലാൻ. നിങ്ങളത് അറിയണം. ദൈവം നല്ലവനാണെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ട്? ദൈവം നല്ലവനായോണ്ട്. ദൈവം നല്ലവനാണെങ്കിൽ ചീത്ത പ്ലാൻ ഉണ്ടാക്കാൻ ദൈവത്തിനൊക്കത്തില്ല. ദൈവം നല്ലവനാണെങ്കിൽ ദുഷ്ടത ചിന്തിക്കാൻ ദൈവത്തിനൊക്കെയില്ല. ദൈവം നല്ലവനായതുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം അതാണ്. ഡിയർ യങ് പീപ്പിൾ, ബിലീവ് ദിസ്. God is good. Therefore, God has a good plan for your life. God's plan for each one of you is good, excellent. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഏറ്റവും നല്ല പ്ലാനുണ്ട്. നിങ്ങൾ എത്ര പാവപ്പെട്ട വീട്ടിൽ ജനിച്ചാണെന്നുള്ള വിഷയമല്ല, ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് വിഷയമല്ല, എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള വിഷയമല്ല, ചെറ്റക്കുടിലാണോ താമസിക്കുന്നത് അത് വിഷയമല്ല, കാശുള്ള വീട്ടിലാണോ അത് വിഷയമല്ല. ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞ് നിങ്ങളിൽ പലര് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നു. ഈ ദൈവത്തെ അറിയുന്ന എല്ലാവർക്കും ഏറ്റവും നല്ലത് ചെയ്യാൻ ദൈവം ബദ്ധശ്രദ്ധനാണ്. God is committed to give the best to all his children. നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങളിത് വിശ്വസിക്കണം. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറയുന്നതാണ്. യഹോവ എല്ലാവർക്കും നല്ലവൻ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ അനുഗ്രഹിക്കും, ഞാനതിനെ നിറയ്ക്കും. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അതാണ്. നിനക്ക് ഏറ്റവും നല്ലത് വരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ കേട്ട് കാണും, അഗാപ്പേ സ്നേഹം. വേദപുസ്തകത്തിൽ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം സീക്കിംഗ് ദി അൾട്ടിമേറ്റ് വെൽബീയിങ് ഓഫ് ദി അതർ പേഴ്സൺ.
മറ്റേയാളിൻ്റെ ആത്യന്തിക നന്മ കണക്കാക്കുക. അതാണ് അഗപ്പെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗപ്പയാണ്. യോഹന്നാൻ 3:16 ആ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും നന്മ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ വെൽ ബീയിങ് ആൻഡ് ഗോഡ് വാണ്ട്സ് ടു ഗിവ് യു ദ ബെസ്റ്റ്. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ്? നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഏറ്റവും നല്ലൊരു പരിപാടിയുണ്ട്. എൻ്റെ ജീവിതം ഏറ്റവും നല്ല നിലയിൽ എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കാശുകാരനാകണമെന്നുള്ള അർത്ഥത്തിലല്ല. സന്തോഷവും സമാധാനവും സംതൃപ്തിയും വിശുദ്ധിയുമുള്ളൊരു ജീവിതം, അങ്ങനെ ഒരു ഭാവി എനിക്കുണ്ടാകണം. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അനുഗ്രഹകരമായി ജീവിക്കുന്ന ഒരാളായിട്ട് ഞാൻ തീരണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നിങ്ങളുടെ ഒറ്റയാളെക്കുറിച്ചും മോശമായ ഒരു ആഗ്രഹം ദൈവത്തിനില്ല. നിങ്ങൾ തൊലഞ്ഞു പോകണം, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരണം, നിങ്ങൾക്ക് ദോഷം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. എന്താ കാരണം? ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം all his thoughts, all his plans, all his imaginations, all his schemes, all his deliberations, all his actions are good. ദൈവം നല്ലവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ എല്ലാ ചിന്തകളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ പദ്ധതികളും, എല്ലാ പരിപാടികളും, എല്ലാ പ്രവൃത്തികളും നല്ലതാണ്. ചീത്തയായിട്ടൊരു കാര്യം ദൈവത്തോടുള്ള ബന്ധത്തിലില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും നല്ലത് വരണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾ ഓരോരുത്തരും നയിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. സോ ഗോഡ് ഹാസ് ഷെഡ്യൂൾഡ് ടു ബ്ലെസ് ഈച്ച് വൺ ഓഫ് us. രണ്ടാമത് ഈ ഭാഗത്തു നിന്നുള്ള വേറൊരു സത്യം അവിടെ പറയുന്നത്, രണ്ടാമത്തെ സത്യം, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ, അതിൻ്റെ താഴോട്ട് പറയുകയാണ്, ഞാൻ ഇന്നിന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുമായിരുന്നു. നിങ്ങളിത് കണ്ടല്ലോ. 11 വാക്യത്തിലുണ്ട്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. പിന്നെ താഴോട്ട് പറയുകയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശത്രുക്കളെ കീഴടക്കി തരുമായിരുന്നു, വിജയം തരുമായിരുന്നു, നിങ്ങളുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി തരുമായിരുന്നു. 16 വാക്യം, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി തരുമായിരുന്നു. അപ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്തെല്ലാം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഹി വാണ്ട്സ് ടു ഗിവ് us വിക്ടറി. അതിൻ്റെ 14 വാക്യം കണ്ടോ? ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് ജയം തരുമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാമോ? പിശാച്. പിശാചിൻ്റെ പ്രവൃത്തികൾ, പരീക്ഷകൾ, പാപം ചെയ്യാനുള്ള പ്രേരണകൾ. നിങ്ങളിൽ പലരും വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴും ക്വസ്റ്റ്യൻ എഴുതിയിട്ടപ്പോഴും ഈ ചോദ്യം പലരും ചോദിച്ചു. പാപത്തെ എങ്ങനെയാണ് ജയിക്കുന്നത്? പരീക്ഷ എങ്ങനെയാണ് ജയിക്കുന്നത്? പിന്നെയും പിന്നെയും തെറ്റിൽ വീണു പോകുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ ഉത്തരവിടെയുണ്ട്. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ അനുസരിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ കീഴടക്കും. പിശാചിനെ കീഴടക്കിയുള്ള ജീവിതം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ കീഴടക്കിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ശക്തി തരും, ഞാൻ കൃപ തരും. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ചിലരൊക്കെ ചോദിക്കും, ഞാൻ സ്നാനപ്പെടാൻ മടിയാണ്, കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പാപം ചെയ്താലോ? സ്നാനപ്പെട്ട് കഴിഞ്ഞല്ല, രക്ഷിക്കപ്പെട്ടാൽ തന്നെ പാപം ചെയ്യാൻ പാടില്ല. ഈ പാപത്തെ എങ്ങനെയാണ് ജയിക്കുന്നത്? നമ്മുടെ സ്വന്തം ശക്തിയിലല്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. പാപത്തെ ജയിച്ച് ജീവിക്കാനുള്ള ശക്തി ദൈവമാണ് നമുക്ക് തരുന്നത്. God strengthens me to have victory over sin. എൻ്റെ സ്വന്തം ശക്തിയിലല്ല, ദൈവം തരുന്ന ശക്തിയിലാണ് ഞാൻ പാപത്തെ ജയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും ജയജീവിതം നയിക്കണം, വിക്ടറി. പിന്നെ അതിൻ്റെ 15 വാക്യത്തിൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു, പ്രോസ്പെരിറ്റി. യുവർ ലൈഫ് വിൽ ബി പ്രോസ്പെറസ്.
എന്ന് പറഞ്ഞാൽ വലിയ കാശുകാരാകും എന്നുള്ള അർത്ഥത്തിലല്ല. ജീവിതം നല്ല സമ്പർസമൃദ്ധമായിരിക്കും. അബണ്ടന്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ, സന്തോഷത്തിൻ്റെ ജീവൻ, എപ്പോഴും സന്തോഷിക്കുന്ന ജീവിതം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്ത ജീവിതം, പിന്നെ ആകുലങ്ങളുടെ മേൽ ജയമുള്ള ജീവിതം, പാപങ്ങളുടെ മേൽ ജയമുള്ള ജീവിതം, അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ജീവിതം ദൈവം നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. God wants to make your life prosperous. God wants to make wants to give you abundance in your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ സമൃദ്ധി, എല്ലായിടത്തും ജയം, സന്തോഷം. അതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. തോറ്റു ഇങ്ങനെ തൊപ്പിയിട്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. വേദപുസ്തകം വാഗ്ദത്തം ചെയ്യുന്ന ജീവിതം എപ്പോഴും സന്തോഷിപ്പീൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അതാ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല വിശ്വാസികളും അവരുടെ അവിശ്വാസം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും അത് അനുഭവിക്കുന്നില്ലെന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ ആര് ദൈവത്തെ അനുസരിച്ച് ദൈവോടികൾ നടക്കുമോ അവർക്ക് ഈ പ്രോസ്പെറിറ്റി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത് വേറൊരു കാര്യം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരുത്തുമായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി. ലോകത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തൃപ്തിയാണ്. തൃപ്തിയുള്ള ജീവിതം, എ ലൈഫ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എ ലൈഫ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ വളരെ മിസറബിളാണ്. ഒന്നിനെക്കുറിച്ചും തൃപ്തിയില്ല, നിരാശ, ദുഃഖം. അങ്ങനത്തെ ഒരു ജീവിതം അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നല്ല തൃപ്തിയോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ്. തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. എല്ലാം ഉള്ളപ്പോഴും തൃപ്തി, ഒന്നും ഇല്ലാത്തപ്പോഴും തൃപ്തി. വിശന്നിരിക്കുമ്പോഴും തൃപ്തി, വയറ് നിറഞ്ഞിരിക്കുമ്പോഴും തൃപ്തി. അതാ ക്രിസ്തീയ ജീവിതം. ഏത് പരിതസ്ഥിതിയിലും തൃപ്തിയോടെ ജീവിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്. ഈ 3 കാര്യം നിനക്ക് തരാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്തൊക്കെ? ഗിവ് യു വിക്ടറി, ഗിവ് യു പ്രോസ്പെറിറ്റി ആൻഡ് ഗിവ് യു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് ജയം തരുവാൻ, പാപത്തിൻ്റെ മേൽ, പരീക്ഷകളുടെ മേൽ, ശത്രുവിൻ്റെ മേൽ ജയം തരുവാൻ, ജീവിതം, നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാക്കുവാൻ, ജീവിതം സംതൃപ്തിയുള്ള ജീവിതമാക്കി തീർക്കുവാൻ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു. പക്ഷെ എന്ത് പറ്റി? ഇസ്രായേലിന് ഇതെല്ലാം ദൈവം ചെയ്തിരുന്നു, പക്ഷേ ഷെഡ്യൂൾ ചെയ്തിരുന്നു. പക്ഷെ എന്ത് പറ്റി? നമ്മൾ വായിക്കുന്നു 11-ാം വാക്യം, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. ഇതെല്ലാം കൊടുക്കാനായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ, പക്ഷേ അവർക്കത് അനുഭവിക്കാനൊത്തില്ല. എന്തുകൊണ്ടൊത്തില്ല? ദൈവം മനസ്സ് മാറ്റിക്കൊണ്ടല്ല. ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം അനുസരണത്തിൻ്റെ ജീവിതം അവർ നയിച്ചില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്, എൻജോയ്മെന്റ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഈസ് ടൈഡ് ടു ഒബീഡിയൻസ് ഇൻ അവർ ലൈഫ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളെ, കൽപ്പനകളെ എന്തുമാത്രം നാം അനുസരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവ അനുഗ്രഹം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അനുഭവിക്കുകയില്ല. റേഡിയോയുടെ കാര്യം എടുക്കുക. റേഡിയോയിൽ നല്ല പാട്ടൊക്കെ അവർ ആകാശവാണി നല്ല പാട്ടൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടെങ്കിൽ ആ പാട്ട് നമുക്ക് കേൾക്കാം. പക്ഷേ പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ ഉണ്ടായാൽ മാത്രം പോരാ, റേഡിയോ ട്യൂൺ ചെയ്യണം. ഏത് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യണം? ഏത് ഫ്രീക്വൻസിയിലാണോ ഈ പാട്ട് അവർ പ്രക്ഷേപണം ചെയ്യുന്നത്, ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ ജീവിതം, നമ്മുടെ റേഡിയോ ഫൈൻ ട്യൂൺ ചെയ്യണം. അപ്പോൾ ഈ നല്ല പാട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ദൈവം നമുക്ക് ബ്ലെസ്സിങ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുക. ആർക്ക് വേണേലും എടുക്കാം ബ്ലെസ്സിങ്. പക്ഷെ എന്ത് ചെയ്യണം? നിന്റെ ജീവിതമാകുന്ന റേഡിയോ നീ ഫൈൻ ട്യൂൺ ചെയ്യണം. ദൈവത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ആ ഫ്രീക്വൻസിയിൽ നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ബെൻസിക്കങ്കിള് അനുസരണത്തെക്കുറിച്ച് പറഞ്ഞു.
ആദാമും ഹവ്വയും അനുസരിച്ചില്ല. അതുകൊണ്ട് വലിയ നഷ്ടം അവർക്കുണ്ടായി. അബ്രഹാം ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് തലമുറകൾ നീണ്ടു നിൽക്കുന്ന വൈരം, ഇസ്രയേലും അറബികളും തമ്മിലുള്ള വൈരം അതുകൊണ്ടുണ്ടായതാണ്. 3, മോശ ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് മോശയ്ക്ക് ലഭിക്കുമായിരുന്ന വലിയൊരു പദവി നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും അനുഗ്രഹം തരാനാണ് ദൈവത്തിൻ്റെ പരിപാടി. പക്ഷേ ആ അനുഗ്രഹം അനുസരണവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടന്നില്ലെങ്കിൽ ആ അനുഗ്രഹം മിസ്സാകും. നിങ്ങൾ എത്ര പേർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മിസ്സാക്കണം? ദൈവം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന നന്മ, അനുഗ്രഹം എത്ര പേർക്ക് നഷ്ടപ്പെടുത്തണം? ബുദ്ധിയുള്ള ആരും പറയുകയല്ല എനിക്ക് നഷ്ടപ്പെടുത്തണമെന്നല്ലേ. നമ്മുടെ എല്ലാം ആഗ്രഹം അനുഗ്രഹം കിട്ടണമെന്നാണ്. അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവവചനം അനുസരിച്ച് നടക്കണം. ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞ് അനേക കാര്യങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനേക കാര്യം പറഞ്ഞു. വേദപുസ്തകം വായനയുടെ കാര്യം പറഞ്ഞു, പരീക്ഷകളുടെ കാര്യം പറഞ്ഞു, ലവ് അഫെയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അന്യോന്യ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞു, മാതാപിതാക്കളുമായുള്ള നിങ്ങളുടെ ഇടപാടിൻ്റെ കാര്യം പറഞ്ഞു, കൂടെ പഠിക്കുന്ന ആളുകളുമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാടിൻ്റെ കാര്യം പറഞ്ഞു, ഹെൽത്തി റിലേഷൻഷിപ്സ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ചർച്ചിൽ ദൈവത്തെ ആരാധിച്ച് ശരിയായി എങ്ങനെ മുന്നോട്ട് പോകണം, ദൈവകൽപ്പനകൾ എങ്ങനെ അനുസരിക്കണം അത് പറഞ്ഞു. ഒത്തിരി അനുസരണത്തിൻ്റെ കാര്യം കേട്ടു. ഇനി നിങ്ങളുടെ ചുമതല ഈ കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഓവർനൈറ്റ് ഇതെല്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അതിലാരും നിരാശപ്പെടരുത്. നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, യു ഹാവ് സ്പോക്കൺ ടു മീ, ഐ ആം വില്ലിങ് ടു ഒബേ ദീസ് തിങ്സ്. നീ എന്നോട് സംസാരിച്ചു, അതനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സുണ്ട്. അതിനുള്ള കൃപ എനിക്ക് തരണം, അതിനുള്ള സഹായം എനിക്ക് തരണം. എൻ്റെ ഭാഗത്തു നിന്ന് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള നടപടികൾ എടുക്കാൻ ഞാൻ തയ്യാറാണ്. ലോർഡ്, I am willing to obey you. The rest of my life, I want to live in obedience to you. But I have no strength in myself to do that. But I want you to help me. ഞാൻ എടുക്കേണ്ട ചുവടുകൾ കർത്താവേ, നിന്റെ കൃപയാൽ ഞാൻ എടുക്കാം. നീ എന്നെ സഹായിക്കണം, നീ എന്നെ ബലപ്പെടുത്തണം. ഇത് നിങ്ങളുടെ മനോഭാവമാണെങ്കിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അനുഗ്രഹങ്ങൾ അനുസരണവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മൂന്നാമത് ഈ ഭാഗത്തു നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗോഡ് മോൺസ് ഓവർ ദ ആബ്നെഗേഷൻ ഓഫ് ബ്ലെസ്സിങ്സ് പ്രോമിസ്ഡ്. ആബ്നെഗേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്താ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ? സ്വന്തമാക്കുക. അതാണ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. അതിൻ്റെ നേരെ എതിരാണ് ആബ്നെഗേഷൻ എന്ന് പറയുന്നത്. ABNEGATION. ആബ്നെഗേഷൻ. സ്വന്തമാക്കാൻ ഒക്കുന്നത് സ്വന്തമാക്കാതെ നഷ്ടപ്പെടുത്തി കളയുക. അതാണ് ആബ്നെഗേഷൻ. God mourns over the abnegation of blessings promised. ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഓർത്ത് ദൈവം വിലപിക്കുകയാണ്. ദൈവം കരയുകയാണ്. ദൈവം കരയുന്നത് നിങ്ങൾ കണ്ടോ? 13-ാം വാക്യം. അയ്യോ, കരയുന്നവരങ്ങനെ പറയുന്നല്ലേ. അയ്യോ എന്ന് പറയുന്ന ആരാ? കരയുന്നവരാ. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികൾ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം കരയുകയാണ്. അയ്യോ, ഈ ജനം ഞാൻ പറയുന്നത് കേട്ട് നടന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. മേൽത്തരമായ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. God is mourning over the abnegation of his people. തൻ്റെ ജനം അനുഗ്രഹങ്ങളെ വൃഥാവാക്കി കളഞ്ഞതോർത്ത് ദൈവം വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം സന്തോഷിക്കുകയാണോ വിലപിക്കുകയാണോ?
ഞാൻ അവന് ഇന്നിന്ന അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അവൻ എൻ്റെ വഴികൾ നടക്കുമെങ്കിൽ അവൻ്റെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്താ കാര്യം? അവൻ എൻ്റെ വഴികളിൽ നടന്നില്ല. അയ്യോ, എത്ര കഷ്ടം! നിങ്ങളിൽ ആരെങ്കിലും കുറിച്ച് ഇന്ന് രാത്രി ദൈവം കരയുന്നുണ്ടോ? ഈസ് ഗോഡ് വീപ്പിംഗ് ഓർ മോർണിംഗ് ഓവർ എനിവൺസ് ലൈഫ് ഹിയർ? ആ മകൾ എൻ്റെ വഴികളിൽ ശരിയായി നടന്നിരുന്നെങ്കിൽ എന്തെല്ലാം അനുഗ്രഹം ഞാൻ കൊടുത്തേനെ. പക്ഷേ എൻ്റെ വഴികൾ നടക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികൾ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തെ ഓർത്ത് ദൈവം സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കരയല്ല വേണ്ടത്. നമുക്ക് ലഭിക്കാമായിരുന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നല്ലോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദുഃഖം. നമ്മൾ എത്രയോ ഭോഷന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തെല്ലാം അനുഗ്രഹം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. സമാധാനം, സന്തോഷം, പാപത്തിൻ്റെ മേൽ ജയമെന്ന് വേണ്ട എന്തെല്ലാം. എന്നാൽ അത് അനുഭവിക്കാതെ, അത് പ്രാപിക്കാതെ, അനുസരണമില്ലാത്തതുകൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കുക എന്തോ ഒരു കഷ്ടമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്ഥലത്ത് സന്ദർശിക്കാൻ പോയൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതോ ഒരു രാജ്യത്ത് സന്ദർശനത്തിനായിട്ട് പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അനേക ആളുകൾ റോഡിൻ്റെ രണ്ട് വശത്തും കൂടിയിട്ടുണ്ട്. റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം നടന്ന് ഇങ്ങനെ വരികയാണ്. രണ്ട് സൈഡിലും അനേക ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ കയ്യിൽ തൻ്റെ കൊച്ചു കുഞ്ഞിനെയും കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പ്രസിഡന്റിനെ കാണാൻ. ഒരു മിടുക്കനായൊരു കുട്ടി. ആ കുട്ടി അപ്പൻ്റെ കയ്യിലിരിക്കുക. പ്രസിഡന്റ് നടന്നിങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് വന്നപ്പോൾ പ്രസിഡന്റ് ആ കുട്ടിയുടെ നേരെ കൈ നീട്ടി ഷെയ്ക്കാൻഡ് കൊടുക്കാൻ. ഓ, എന്തൊരു പദവിയല്ലേ! അമേരിക്കൻ പ്രസിഡന്റിനെങ്ങാനും ഷെയ്ക്കാൻഡ് നമ്മൾ കൊടുത്തെങ്കിൽ പിന്നെ താഴെ അങ്ങ് ആയിരിക്കുകയല്ല നമ്മൾ ഇരിക്കുന്നത്. എന്തോ ഒരു പദവിയല്ലേ! അമേരിക്കൻ പ്രസിഡന്റ് കൊച്ചിൻ്റെ നേരെ കൈ നീട്ടി. അപ്പോൾ ഈ കൊച്ചെന്തോ ചെയ്യുന്നറിയാമോ? കൊച്ച് കൈ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വെച്ച്, പിള്ളേർ കാണിക്കുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കൊച്ച് പ്രസിഡന്റ് കൈ നീട്ടിയപ്പോൾ കൊച്ച് കൈ ഇങ്ങനെ വെച്ചു. 2-3 പ്രാവശ്യം പ്രസിഡന്റ് ഇങ്ങനെ ശ്രമിച്ചു. പിന്നെ പ്രസിഡന്റ് ഒക്കെ നടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ പപ്പ ചോദിച്ചു, എൻ്റെ മോനെ, പ്രസിഡന്റ് നിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് നീ എന്നാ കൈ കൊടുക്കാഞ്ഞ്? അപ്പോൾ അവൻ പറയാം, എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റിന് കൈ കൊടുക്കാൻ പോയാൽ ചോക്ലേറ്റ് താഴെ പോകും. നമ്മൾ പലരും പ്രസിഡന്റിന് കൈ കൊടുക്കാൻ മടിച്ചു നിൽക്കുക. കാരണം ലോലിപ്പപ്പ് ചപ്പിക്കൊണ്ട് നടക്കുക. പാപത്തിൻ്റെ രസമാകുന്ന ലോലിപ്പപ്പ്, ഫോണോഗ്രഫി ആകുന്ന ലോലിപ്പപ്പ്, ലവ് അഫെയർ ആകുന്ന ലോലിപ്പപ്പ്, വേറെ പല 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 ലോലിപ്പപ്പുകൾ ചപ്പി അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ദൈവം നമ്മുടെ നേരെ കൈ നീട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ കൈ പുറകെ പിടിച്ചിരിക്കുക. കാരണം ഈ ലോലിപ്പപ്പ് കളയാൻ നമ്മൾ റെഡിയല്ല. പ്രസിഡന്റിന് കൈ കൊടുത്തില്ലേലും വേണ്ടിയല്ല, ഇത് കയ്യിൽ നിന്ന് ഞാൻ കളയുകയല്ല. ഇന്ന് രാത്രി ദൈവം നിൻ്റെ നേരെ കൈ നീട്ടുക, നിന്നെ സഹായിക്കാൻ, നിനക്ക് ജയം നൽകാൻ, നിനക്ക് പ്രോസ്പെറിറ്റി നൽകാൻ, നിനക്ക് വിജയം നൽകാൻ, നിന്റെ ജീവിതത്തെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിക്കാൻ ദൈവം നിന്റെ നേരെ കൈ നീട്ടുക. God is stretching his hand towards you tonight. Will you also stretch your hand and say, yes Lord? നിങ്ങളും കൈ കർത്താവിൻ്റെ നേരെ നീട്ടി, കർത്താവേ, ഇനിയുള്ള കാലം ക്യാമ്പിൽ വന്ന് അനേക കാര്യങ്ങൾ പഠിച്ചു, തെറ്റുകൾ മനസ്സിലാക്കി, അത് തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. നീ എന്നെ സഹായിക്കണം. ഇനിയുള്ള കാലം നിന്റെ കൈ പിടിച്ച് നിനക്ക് ക്ഷയിക്കാൻ എന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് പറയും? അതോ ആ കുട്ടിയെപ്പോലെ കൈ പുറകോട്ട് മടക്കി എനിക്ക് ഈ ലോലിപ്പപ്പ് മതി, പ്രസിഡന്റിന് കൈയൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്ന മണ്ടന്മാരാണോ നിങ്ങൾ? ഒരു രാജാവ് ഒരിക്കൽ ഒരു വലിയ വിരുന്ന് കഴിച്ചു. സകല മനുഷ്യരെയും, ഭിക്ഷക്കാരെയും, വഴിയെ പോകുന്ന എല്ലാവരെയും, സകല ആളുകളെയും ക്ഷണിച്ചു. ഏതോ ഒരു പ്രത്യേക ഒക്കേഷനിൽ രാജാവ് വലിയൊരു വിരുന്ന് കഴിക്കുക. ആർക്കും വന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാം. രാജാവിൻ്റെ വിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കുറവില്ലല്ലോ. ബഫയാണ്. അനേക ഐറ്റംസ് ഇങ്ങനെ വെച്ചിരിക്കുക. പാത്രമെടുത്ത് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു ഭിക്ഷക്കാരൻ
വഴിയെ പോയ ഒരാൾ രാജാവിൻ്റെ വീട്ടിൽ ശാപ്പാടുണ്ടെന്ന് പറഞ്ഞ് അയാൾ കയറി. പക്ഷേ ഈ ഭിക്ഷക്കാരന് തോളിലൊരു മാറാപ്പുണ്ട്, ഒരു ഭാണ്ണമുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? ഭിക്ഷക്കാരൊക്കെ ചിലർ അല്ലെ പ്രാന്തന്മാരൊക്കെ തോളിലൊരു തുണിസഞ്ചിയൊക്കെ ഇട്ട. അതിനകത്ത് എന്തുമായിരിക്കും? അതിനകത്ത് ചപ്പും ചവറും ടൈലറിങ് ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത ഉടുപ്പിൻ്റെ ബാക്കിയും ചെരുപ്പിൻ്റെ ബാക്കിയും ഒക്കെയാണ്, അല്ലാതെ അതിനകത്ത് സ്വർണ്ണവും വെള്ളിയൊന്നും അല്ല. ഈ ഭാണ്ഡം ഇയാളുടെ തോളിലുണ്ട്. അതുകൊണ്ട് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പം ഈ ബഫയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു കൈ പ്ലേറ്റാന്ന് ഓർത്തോണേ. ഇത് ഓരോ ഐറ്റംസ് ഇടാൻ ഒക്കുന്നില്ല. കാരണം ഇയാളിങ്ങനെ ഇടാൻ കുനിയുമ്പം ഈ ഭാണ്ഡം ഇങ്ങനെ മുമ്പിലോട്ട് വരും. അപ്പം പിന്നെ തിരിച്ചിത് ഇടണം, പിന്നെയും കഴിക്കാൻ നോക്കുക. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഭാണ്ഡക്കെട്ട് കാരണം കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഫ്രീ അല്ല, കൈ ഫ്രീ ആകുന്നില്ല. ഓരോ പ്രാവശ്യവും കുനിയുമ്പോൾ ഭാണ്ഡക്കെട്ട് മുമ്പിൽ വരിക, പിന്നെ അത് പുറകോട്ടിടും. അല്പസ്വല്പമൊക്കെ കഴിച്ചു. വിശന്ന് പൊരിഞ്ഞ ഇയാൾ വന്നത്, പക്ഷേ അയാൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇയാൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് അല്പസ്വല്പമായിട്ട് കഴിഞ്ഞ് നടന്ന് വെളിയിലോട്ട് പോവുകയാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തൂടെ വെളിയിലോട്ട് പോവുക. ഇതൊരു കഥയാണ് കേട്ടോ. അപ്പം ആ കഥയിൽ പറയുന്നത്, ഇയാൾ വെളിയിലോട്ട് നടന്നു പോകുമ്പോൾ വിശന്ന് പൊരിഞ്ഞ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിശപ്പ് കാരണം ഇയാൾ രാജാവിൻ്റെ മുറ്റത്ത് വീണ് മരിച്ചു. രാജാവിൻ്റെ മുറ്റത്ത് വീണ് വിശപ്പ് കാരണം വീണ് മരിച്ചു. അത് രാജാവ് കേട്ടു. എൻ്റെ മുറ്റത്ത് ഇങ്ങനെ കഴിക്കാൻ വന്ന ഒരാൾ കഴിക്കാൻ പറ്റാതെ വീണ് മരിച്ചു. അപ്പോൾ ആ കഥ അവസാനിക്കുന്ന ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാണ്, ദ കിങ് വെപ്റ്റ് ഫോർ വാട്ട് കുഡ് ഹവ് ബീൻ ബട്ട് നെവർ വാസ്. മനസ്സിലായോ അതിൻ്റെ അർത്ഥം? ദ കിങ് വെപ്റ്റ് ഫോർ വാട്ട് കുഡ് ഹവ് ബീൻ ബട്ട് നെവർ വാസ്. രാജാവ് കരഞ്ഞു. എന്തിനാ കരഞ്ഞ്? എത്ര നന്മ ഇവന് ലഭിക്കാമായിരുന്നു, പക്ഷേ അത് ലഭിച്ചില്ലല്ലോ. അതോർത്ത് രാജാവ് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ നോക്കി, ദ കിങ് വീപ്സ്, ഗോഡ് വീപ്സ് ഫോർ വാട്ട് കുഡ് ഹവ് ബീൻ ബട്ട് നെവർ വാസ്. നമുക്ക് എന്തെല്ലാം നന്മ ദൈവം പ്ലാൻ ചെയ്യുന്നു, എന്നാൽ അത് നഷ്ടപ്പെടുത്തി സ്വന്തം വഴികളിൽ നടന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മ നഷ്ടപ്പെടുത്തുന്ന ഭോഷന്മാരാണ് നമ്മൾ പലപ്പോഴും. മൂന്നാമത്തെ പോയിന്റ് അതാ, ഗോഡ് മോൺസ് ഓവർ ദ അബ്നെഗേഷൻ, നോട്ട് അപ്രോപ്രിയേറ്റിംഗ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നന്മകൾ പിടിച്ചു പറ്റാതെ, ദൈവത്തിന് കൈ കൊടുക്കാതെ കയ്യിൽ ചപ്പിക്കൊണ്ടിരിക്കുന്ന ലോലിപ്പപ്പുമായിട്ട് നമ്മൾ നടക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ആരെല്ലാം ദൈവത്തെ കഴിഞ്ഞ കാലങ്ങളിൽ മാനിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും ദൈവം മാനിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തിൻ്റെ വഴികൾ ജീവിക്കാൻ ആരെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും ദൈവം മാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സീനിയേഴ്സ്, ഞങ്ങളാരും സൂപ്പർമെൻ ഒന്നുമല്ല, വെറും സാധാരണ മനുഷ്യരാണ്. എന്നാൽ നിങ്ങളെപ്പോലെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഇതുപോലുള്ള സത്യങ്ങൾ ചില ക്യാമ്പുകളിലോ മറ്റു നിലകളിലോ കേൾക്കാനിടയായി, ദൈവത്തോട് യേശു പറയാനിടയായതുകൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഞാൻ ബാല്യത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടതാണ്. ദൈവഭക്തിയുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പനും അമ്മയും വളരെ നല്ല ആളുകളായിരുന്നു. ചെറുപ്പത്തിൽ ബാല്യത്തിൽ തന്നെ രക്ഷിക്കപ്പെടാനിടയായി. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ, അന്ന് 10ാം ക്ലാസ് നിങ്ങളുടെ പ്രായമാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അത് 10th സ്റ്റുഡൻസ് ക്യാമ്പൊന്നും അല്ല, ഞാൻ 10 പഠിക്കാറെന്നേ ഉള്ളൂ. ഒരു യൂത്ത് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ആ യൂത്ത് ക്യാമ്പിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചു. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന പോലെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് അല്ല, ആ കൂട്ടത്തോട് ഒരു ദൈവദാസൻ സംസാരിച്ചു. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക, ദൈവം അതിനെ അനുഗ്രഹിക്കും എന്നുള്ള സന്ദേശം ഞാൻ കേട്ടു. അന്ന് രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ടതാണ്, ഞാനത് പറഞ്ഞല്ലോ.
അന്ന് രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഹിയർ ഐ ഗീവ് മൈ ലൈഫ് ടു യു. ഇന്ന് രാത്രി എൻ്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തരുന്നു. സുവിശേഷ വിലയ്ക്ക് പോകാനൊന്നുമല്ല, എൻ്റെ ജീവിതം നിനക്കായിട്ട് ഞാൻ തരുന്നു. നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നീ നിറവേറ്റണം. എനിക്ക് നിൻ്റെ വഴി മാത്രം മതി, സ്വന്തം വഴി വേണ്ട, ദൈവത്തിൻ്റെ വഴി മതി. നിനക്ക് ഞാൻ എൻ്റെ കൈ തരുന്നു. എൻ്റെ ജീവിതം നീ എടുക്കണം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കി തീർക്കണമെന്ന് ഞാൻ അന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അത് 14-ാമത്തെ വയസ്സിലാണ്, എത്രയോ വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു. എൻ്റെ പഠിത്തത്തിൽ എന്നെ സഹായിച്ചു. ഞാൻ ജോലി ചെയ്തിരുന്നു, പല ഇന്ത്യയിലും വെളിയിലും ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോലി കാര്യത്തിൽ സഹായിച്ചു, എൻ്റെ വിവാഹ കാര്യത്തിൽ സഹായിച്ചു, കുടുംബജീവിതത്തിൽ സഹായിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള വിളി എനിക്കുണ്ടായി. എൻ്റെ ജോലി രാജിവെച്ചു. കഴിഞ്ഞ 38 വർഷത്തോളമായി സുവിശേഷ വേല ചെയ്യുകയാണ്. ലോകത്തിൻ്റെ അനേക ഭാഗങ്ങൾ പോയി കർത്താവിനെക്കുറിച്ച് പറയാനും അനേക യങ്സ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. എൻ്റെ ജീവിതം പെർഫെക്റ്റ് അല്ല, തോൽവിയില്ലാത്ത ജീവിതമല്ല, കുറവുകളൊക്കെ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അത് അതാത് സമയത്ത് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കൈപിടിച്ച് മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ജയവും ഞാൻ അനുഭവിക്കുക. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ഇറ്റ് ഈസ് നോ സീക്രറ്റ് വാട്ട് ഗോഡ് ക്യാൻ ഡു, വാട്ട് ഹി ഹസ് ഡൺ ഫോർ അതേഴ്സ് ഹി വിൽ ഡു ഫോർ യു. ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ എന്നെപ്പോലെ അനേകർക്ക് വേണ്ടി ചെയ്തത് രഹസ്യമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. ദൈവത്തിന് മുഖപക്ഷമില്ല. ഗോഡ് ഈസ് നോ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. ഇന്നാരെന്നോ ഇന്ന വീട്ടിലെ ആളെന്നോ ഒന്നുമില്ല. ആര് ദൈവത്തിൻ്റെ വഴികളിൽ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാൻ തീരുമാനിക്കുമോ, തങ്ങളെ തന്നെ ദൈവത്തിന് ആരെ ഏൽപ്പിച്ചു കൊടുക്കുമോ, അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് മനസ്സാണ്. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി കൂടുതൽ പറയേണ്ടുള്ള ഒത്തിരി കാര്യ ദിവസങ്ങൾ നിങ്ങൾ കേട്ടു. നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. പന്തിപ്പം നിങ്ങളുടെ കോർട്ടില്ല. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം. പണ്ട് ജീവിച്ചു വന്ന പോലെ തുടർന്നും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണമെന്നാണോ തീരുമാനം? അതോ ദൈവം എനിക്ക് അവസരം തന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു, ജീവനോടെ സൂക്ഷിച്ചു, ഈ സത്യങ്ങൾ കേൾക്കാൻ ദൈവം അവസരം തന്നു, ഞാൻ ഈ അവസരം പാഴാക്കത്തില്ല. ദൈവമേ, കഴിഞ്ഞ കാലത്ത് വന്നുപോയ എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടും അനുസരണക്കേട് കൊണ്ടും ഒത്തിരി എൻ്റെ ജീവിതം, ഹിന്ദി പറഞ്ഞാൽ മേനെ ബർബാദ് കിയ, എൻ്റെ ജീവിതം ഞാൻ ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട്, വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണം. ഇനിയുള്ള കാലം എൻ്റെ കൈ നിനക്ക് ഇന്ന് രാത്രി ഞാൻ തരികയാണ്. നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒരു പക്ഷേ ദൈവമക്കളായി തീർന്നിട്ടില്ല. ഇന്ന് രാത്രി അതിനും ദൈവം നമുക്ക് അവസരം തരികയാണ്. അതിനാണ് നിങ്ങളെ ക്യാമ്പിൽ കൊണ്ടുവന്നത്. ഈ ക്യാമ്പിൽ വന്ന് അനേകം രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ അറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവേ, ഞാനൊരു പാപി, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് പകരം യേശു കർത്താവ് ക്രൂശിൽ സഹിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിൽ എൻ്റെ പാപമോചനത്തിനായി ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, എന്നെ രക്ഷിക്കണം, പാപിയായ എന്നെ രക്ഷിക്കണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് വരണം കർത്താവേ എന്ന് ഇന്ന് രാത്രി നിങ്ങൾ പറയുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, നിങ്ങളുടെ ജീവിതത്തെ തന്നെ സ്വന്തമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ദൈവം ഉത്തരവാദിത്വമെടുത്ത് God will take care of all the problems in your life. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം കാണും, അപ്പനമ്മമാർക്ക് പ്രശ്നം കാണും, സാമ്പത്തിക പ്രശ്നം കാണും. അതിലൊന്നും ആരും നിരാശപ്പെട്ടു പോകണ്ട. നിങ്ങൾ ദൈവമക്കളായി തീർന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ സകല റെസ്പോൺസിബിലിറ്റിയും ദൈവം ഏറ്റെടുത്ത് കരുതിക്കൊള്ളും. ആരും അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി നിങ്ങൾ തീരും. ഇന്ന് രാത്രി നമ്മുടെ ഈ ക്യാമ്പ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? ദൈവത്തോട് നിങ്ങൾ പറയുമോ, കർത്താവേ, ഞാൻ ഇന്ന് രാത്രി നിന്നെ സ്വീകരിക്കുന്നു എന്നൊരു പക്ഷേ ചിലർക്ക് പറയാൻ കഴിയും. അല്ല, സ്വീകരിച്ചവരാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൈ ഞാൻ നിനക്ക് തരുന്നു, ഇനിയുള്ള കാലം നിൻ്റെ വഴികൾ നടക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. നീ എന്നെ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടല്ലോ,
ആ ഒരു അനുഗ്രഹവും എനിക്ക് നഷ്ടപ്പെടുത്തേണ്ട കർത്താവേ, എന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് കർത്താവിനോടത് പറയും? നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു. ഏതെല്ലാം മേഖലകളിൽ ദൈവം കൈവച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നിങ്ങൾക്കറിയാം. ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട്, കർത്താവെ, ഞാൻ ഇന്ന് രാത്രി നിന്നോട് പ്രതികരിക്കുന്നു. എൻ്റെ രക്ഷകനായി ഇന്ന് രാത്രി ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത യേശു കർത്താവെ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു, എന്നെ രക്ഷിക്കണം എന്ന് ഇതുവരെ പറയാത്തവർ ഇന്ന് രാത്രി പറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച ദൈവമക്കളായി തീർന്നവർ, കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പരാജയങ്ങളും ഞാൻ ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു. നിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, നിന്നോട് ചേർന്ന്, നിന്നെ അനുസരിച്ച് എൻ്റെ ശിഷ്ടായുസ്സ് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൈ ഇന്ന് രാത്രി ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ കൈ പിടിക്കണം. നിൻ്റെ ഹിതത്തിൽ എന്നെ അനുഗ്രഹിച്ച് വരുന്ന ദിവസങ്ങളിൽ വഴി നടത്തണം കർത്താവെ. ഇന്ന് രാത്രി അതിനായി ഞാൻ എന്നെ തന്നെ നിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തരികയാണ്. എല്ലാവരും നിശബ്ദരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മിനിറ്റാണിത്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തോട് ചില വാക്കുകൾ ഈ സമയത്ത് പറഞ്ഞ് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാൻ ദൈവം ഒരു അവസരം തരുന്നു. ഒരു നിമിഷം നിശബ്ദമായി നാം ഇരിക്കുമ്പോൾ ദൈവത്തോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തോട് നിങ്ങൾ സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിനക്കായിട്ട് എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്നെ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്നോ അല്ല, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്നോ ദൈവസന്നിധിയിൽ തീരുമാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, ദയവായിട്ട് ധൈര്യത്തോടെ നിങ്ങളുടെ തീരുമാനം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വെളിപ്പെടുത്താൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. മറ്റുള്ള ആരെയും നിങ്ങൾ നോക്കണ്ട, ആരെ എഴുന്നേക്കാൻ നിർബന്ധിക്കുന്നില്ല. സ്വമനസ്സാലെ നിങ്ങൾ ആ തീരുമാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവെ, നീ ക്യാമ്പിൽ എന്നോട് സംസാരിച്ചു, ഇനിയുള്ള ശിഷ്ടായുസ്സ് നിന്നെ സ്നേഹിച്ചു നിൻ്റെ വഴികൾ നടക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു കർത്താവെ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞെങ്കിൽ, അതിനാഗ്രഹിക്കുന്നെങ്കിൽ, ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അധികം നേരം വെയിറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എഴുന്നേൽക്കുന്നതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണ്ട, അങ്ങനെ എഴുന്നേൽക്കാനല്ല പറഞ്ഞത്. എന്നാൽ നിങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു തീരുമാനം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ തീരുമാനത്തിൻ്റെ അടയാളമായി, കർത്താവെ, ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ നിൻ്റെ മക്കളെ നീ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഇത്രയും കുഞ്ഞുങ്ങളെ നീ അതിൽ കൂട്ടിവരുത്തി ഈ ദിവസങ്ങളിൽ വിലയേറിയ കാര്യങ്ങൾ നീ അവരോട് പറഞ്ഞു, അതിനായി സ്തോത്രം. ആ കേട്ട കാര്യങ്ങൾക്ക് ഞങ്ങളിതാ കീഴ്പ്പെടുന്നു. കർത്താവിൻ്റെ കൈപിടിച്ച് കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി നിൻ്റെ സന്നിധിയിൽ തീരുമാനം ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയുടെ കരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സ്വന്തം ശക്തിയിൽ അത് കഴിയുകയില്ലല്ലോ, അതുകൊണ്ട് നീ അവർക്ക് കഴിവും ശക്തിയും കൊടുക്കുകയും വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായി നിന്നെ പിൻപറ്റി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അവിടുത്തെ പുത്രൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.